അല്ല, ഇവിടെ ഓണം വളരെ സാധാരണയാണ്. എല്ലാവരും ചോദിക്കും കൊട്ടാരത്തിലെ ഓണം. കൊട്ടാരത്തിലെ ഓണത്തിന് പ്രത്യേകതയൊന്നുമില്ല. ഒരു ഊഞ്ഞാലിടും, നമ്മുടെ സ്റ്റാഫെല്ലാം അതിൽ ആടും, ചിലർ നിന്നുകൊണ്ടാടും, പറത്തി വലിയ പൊക്കത്തിലൊക്കെ ആടും, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ആർക്കും ഊഞ്ഞാലും ആടണ്ട, ഒന്നും വേണ്ട. പക്ഷേ ഇപ്പോഴും ആഹാരമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് പാചകം ചെയ്യുന്നത്. ഓണസദ്യക്കുള്ളത് നമ്മൾ പായസമൊന്നും വാങ്ങിക്കുന്ന ആ സ്റ്റേജ് എത്തിയിട്ടില്ല. അമ്മൂമ്മയുടെ കാലത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പൂരാടത്തിൻ്റെ അന്ന് ശർക്കര ഉപ്പേരിയും കായ ഉപ്പേരിയും വറക്കും. അപ്പോൾ ഈ കായൻ്റെയൊക്കെ തോട് അതും പയറും ഒക്കെ കൂടെ ഇട്ട് ഒരു തോരനും ഒരു പുളിങ്കറിയും ആണ്. അന്നൊക്കെ 2 നേരവും ചോറാണ്, ഈ ചപ്പാത്തി മുതലായ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പൂരാടത്തിൻ്റെ അന്ന് രാത്രിയിൽ ഒരു പുളിങ്കറിയും ഈ തോരനും, അതിൻ്റെയൊക്കെ ഒരു സ്വാദ്. ഇന്നിപ്പോൾ ചിലപ്പോൾ സായിപ്പുമാർ വരുമ്പോൾ ഞാനിതൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ഈ വാഴക്കയുടെ തോടിട്ട തോരനൊക്കെ. ചില താള് പുളിങ്കറി, ചേമ്പും താള് പുളിങ്കറി, ഇതൊക്കെ ചക്കമടൽ, ഇതൊക്കെ ഒരു സ്ഥിരമായിട്ടുള്ള വിഭവമായിരുന്നു. പിന്നെ ഓണത്തിന് കാലത്തെ പത്മനാഭസ്വാമിയെ തൊഴുക, എല്ലാത്തിനും ഏത് നല്ല കാര്യമാണെങ്കിലും ഭഗവാനെ തൊഴുക, ഭഗവാന്റെ ദർശനം. അതും പത്മനാഭസ്വാമിയുടെ തിരുനാളും കൂടെയാണ് ചിങ്ങമാസ തിരുവോണം. അപ്പോൾ അവിടെ പോയി തൊഴുതിട്ട് തിരികെ വന്നിട്ടാണ് ഓണക്കോടി. ഓണക്കോടി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെയാണ് വെളിയിൽ നിന്നുള്ളവരെ ഓണക്കോടി വാങ്ങിക്കാനായിട്ട് വരുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഓണത്തിന് വേറെ വ്യത്യസ്തമായിട്ടൊന്നും നമ്മൾ ചെയ്യാറില്ല.